Welcome to the third class of Plus 2 Accountancy Chapter 2 Accounting for Partnership Basic Concepts. എല്ലാവർക്കും രണ്ടാം വർഷ അക്കൗണ്ടൻസി രണ്ടാം പാഠം അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ് എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. പ്രധാനമായും ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് പാർട്ട്നേഴ്സ്, രണ്ട് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഒന്നാമത്തെ ഭാഗം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് പാർട്ട്നേഴ്സ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്ക്രീൻ ഒന്ന് ശ്രദ്ധിക്കും. നമ്മളെന്താണ് കണ്ടത്? ആദ്യം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെ, അതിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. ആ നെറ്റ് പ്രോഫിറ്റ് നേരെ എങ്ങോട്ട് പോകുന്നു? ആ ഓണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകുന്നു അല്ലെ. വേറെ അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നും അതിന് വരുത്തേണ്ട ആവശ്യമില്ല. രണ്ടാമത് താഴെ നമ്മൾ കണ്ടത് പാർട്ണർഷിപ്പ്, അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നു. ആ നെറ്റ് പ്രോഫിറ്റ് നേരെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണോ പോയത്? അല്ല അല്ലെ, പകരം അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് പോവുകയും അതിനുശേഷം ചില അഡ്ജസ്റ്റ്മെന്റ്സ് അവിടെ വരികയും അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയതിനു ശേഷം ഡിവിസിബിൾ പ്രോഫിറ്റ് കണ്ടെത്തുകയും ആ ഡിവിസിബിൾ പ്രോഫിറ്റ് ഇങ്ങോട്ട് പോവുകയും ചെയ്തു, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോവുകയാണ് അല്ലെ. അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന് ഉപയോഗപ്പെടും. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് പാർട്ട്നേഴ്സ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക, വിധിച്ചു കൊടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ പാർട്ട്നേഴ്സിനും ഫേമിന്റെ പ്രോഫിറ്റ് വീതിച്ചു കൊടുക്കണം. സോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ഫേം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇസ് സൈലന്റ്, ഇറ്റ് ഈസ് ഷെയർഡ് ഈക്വലി എമംഗ് ദ പാർട്ട്നേഴ്സ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എല്ലാ പാർട്ട്നേഴ്സിനും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ആ റേഷ്യോയെ പറ്റി പറയുന്നില്ലെങ്കിൽ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെ പറ്റി പറയുന്നില്ലെങ്കിൽ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അല്ലെ. അതായത് അതിന് എങ്ങനെയാണ് പാർട്ട്ണർഷിപ്പ് ആക്ടിലെ റൂൾസ് ബാധകമാവുകയും ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഷെയർ കിട്ടുകയും ചെയ്യും. ഇൻ പാർട്ട്ണർഷിപ്പ് the net profit or net loss is distributed among the partners through a separate account called profit and loss appropriation account. ഒരു പാർട്ട്ണർഷിപ്പിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വീതിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക അക്കൗണ്ട് തയ്യാറാക്കും, ഒരു എക്സ്ട്രാ ഒരു അഡീഷണൽ അക്കൗണ്ട് തയ്യാറാക്കും. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട്സ് കഴിഞ്ഞ വർഷം പഠിച്ചില്ലേ? എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ തുടർച്ചയായി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെ. ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും അല്ലെ. അപ്പോൾ അതിന്റെ അവസാനം നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതിന്റെ തുടർച്ചയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു തുടർച്ചയാണ്, കണ്ടിന്യൂവേഷൻ, എക്സ്റ്റൻഷൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്.
Profit and loss appropriation account is prepared as an extension of profit and loss account to show how the profit is distributed among the partners after all adjustments. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്റ്റൻഷനാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ തുടർച്ചയായിട്ട് ഒരു എക്സ്റ്റൻഷനായിട്ട് തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ്. എന്തിനു വേണ്ടി തയ്യാറാക്കുന്നു? എങ്ങനെയാണ് പാർട്ട്നേഴ്സിന് ഇടയിൽ പ്രോഫിറ്റ് എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും ശേഷം വീതിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇറ്റ്സ് എ നോമിനൽ അക്കൗണ്ട് which starts with net profit or net loss as per the profit and loss account. നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻകംസും എക്സ്പെൻസും അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെ ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് വെച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ആദ്യം നമ്മൾ എഴുതുന്നത്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് സർട്ടൺ ഐറ്റംസ്. അതിന്റെ ഡെബിറ്റ് സൈഡിൽ ചില ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്യും, ചില അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്തൊക്കെയായിരിക്കും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ഓഫ് പാർട്ട്നേഴ്സ്, കമ്മീഷൻ ഓഫ് പാർട്ട്നേഴ്സ് തുടങ്ങിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഡെബിറ്റ് സൈഡിൽ എഴുതും. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ആൻഡ് കമ്മീഷൻ ഓഫ് പാർട്ട്നേഴ്സ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റംസ് എന്താണ്? ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതും. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റിന് ശേഷം എന്ത് ചെയ്യും? അവസാനം കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അത് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കും. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഏത് റേഷ്യോയിൽ? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. ആഫ്റ്റർ ഓൾ ദ അഡ്ജസ്റ്റ്മെന്റ്സ് ദ ഫൈനൽ പ്രോഫിറ്റ് ഓർ ലോസ്, അതിന് നമ്മൾ വിളിക്കും ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിവിസിബിൾ ലോസ്, ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറന്റ് അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് എപ്പോഴാണ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ. കറന്റ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇറ്റ് ഇസ് ടു ബി നോട്ടഡ് that if the firm suffers loss, interest on capital, salary, commission, etc. are not paid to the partners, not allowed to the partners. Partnersന് ഫേമിന് നെറ്റ് ലോസ് ആണ് ഉള്ളതെങ്കിൽ, നെറ്റ് പ്രോഫിറ്റിന് പകരം നെറ്റ് ലോസ് ആണ് വരുന്നതെങ്കിൽ, അങ്ങനെയുള്ള വർഷങ്ങളിൽ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ടുകളായ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ തുടങ്ങിയ ഐറ്റംസ് ഒന്നും അനുവദിക്കാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ കാണുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് ആണ്. ജേണൽ എൻട്രീസ് റിലേറ്റിംഗ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എല്ലാ ഇയർലി അഡ്ജസ്റ്റ്മെന്റ്സിനും, അതായത് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, അതുപോലെ പാർട്ട്നേഴ്സിൽ നിന്ന് ഫേം ഈടാക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തുടങ്ങിയ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സിനും 2 ജേണൽ എൻട്രി വീതമാണുള്ളത്. ഒന്ന്, അത് അനുവദിക്കുമ്പോൾ അല്ലെങ്കിൽ ചാർജ് ചെയ്യുമ്പോൾ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റും അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റും. 2, അതേ ഐറ്റംസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി ക്ലോസ് ചെയ്യും. 2 ജേണൽ എൻട്രീസ് വീതമാണ് ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സിന് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഐറ്റത്തിലേക്ക് നമ്മൾ പോകുന്നു. ആദ്യം നമ്മൾ എടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഐറ്റം. സോ ഫസ്റ്റ് വൺ, ഫോർ ട്രാൻസ്ഫറിങ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്, അവിടെ 2 സിറ്റുവേഷൻസ് വരാം. ലാഭമുള്ള വർഷങ്ങളും വരാം, നഷ്ടമുള്ള വർഷങ്ങളും വരാം. ലാഭമാണെങ്കിൽ ഇഫ് നെറ്റ് പ്രോഫിറ്റ്, ദാറ്റ് ഇസ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ വലതുവശത്തെ 2 അക്കൗണ്ടുകൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് മുകളിലുണ്ട്, താഴെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓർ കറണ്ട് അക്കൗണ്ട്സ് വരച്ചിട്ടുണ്ട്. ഈ ജേണൽ എൻട്രി എവിടെയാണ് പോകുന്നത്? ഏത് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഏത് സൈഡിൽ? ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബ്രാക്കറ്റിൽ നെറ്റ് പ്രോഫിറ്റ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നഷ്ടമാണെങ്കിൽ, നെറ്റ് ലോസ് ആണെങ്കിൽ, ഇഫ് നെറ്റ് ലോസ്, ദാറ്റ് ഇസ് ഡെബിറ്റ് ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ജേണൽ എൻട്രി വിൽ ബി ദ ഓപ്പോസിറ്റ്. അതിന് നേരെ വിപരീതമായിട്ടുള്ള ജേണൽ എൻട്രി ആയിരിക്കും. എന്തായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ
to profit and loss account. Profit and loss appropriation account debtor to profit and loss account എന്ന ജേണൽ എൻട്രി നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എവിടെ വരും? നെറ്റ് പ്രോഫിറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരും. ടു ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ നെറ്റ് ലോസ്. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും ഒരേ വർഷം സംഭവിക്കില്ല, അതുകൊണ്ടാണ് കളർ മാറ്റി കൊടുത്തിരിക്കുന്നത്. ഇനി ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സിലേക്ക് നമ്മൾ കിടക്കുന്നു. ഈ പ്രോഫിറ്റിൽ നിന്ന് പാർട്ട്നേഴ്സിന് എടുത്തു കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, അതുപോലെ പാർട്ട്നേഴ്സിൽ നിന്ന് ഫേം ഈടാക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമാണ് ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് വരുന്നത്. അതിന് ഓരോന്നിനും 2 ജേണൽ എൻട്രി വീതം ഉണ്ട്. ഒന്നാമത്തെ ഇയർലി അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതിന് 2 ജേണൽ എൻട്രീസ്. ഒന്നാമത്തെ എൻട്രി ഫോർ അലവിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പലിശ അനുവദിക്കുമ്പോഴുള്ള ജേണൽ എൻട്രി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ്, ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓർ കറണ്ട് അക്കൗണ്ട്സ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്കും, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കുമാണ് നമ്മൾ ഈ എൻട്രി റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ അത് ഏത് സൈഡിൽ വരും? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരും ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. രണ്ടാമത്തെ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്ത് ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. അതാണ് രണ്ടാമത്തെ എൻട്രി ഫോർ ട്രാൻസ്ഫറിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. ഒന്നാമത്തെ ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്. അത് ക്ലോസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റണം. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ എൻട്രി എവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ, അല്ലേ? അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നു ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്ത ഐറ്റം അല്ലെങ്കിൽ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നേരെ വിപരീതമാണ്. ഫേമിന് കിട്ടുന്ന പലിശയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഓപ്പോസിറ്റ് ജേണൽ എൻട്രി വരും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജേണൽ എൻട്രി വരും. അപ്പോൾ ഒന്നാമത്തേത് ഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓർ കറണ്ട് അക്കൗണ്ട്സ് ഡെറ്റർ ഇൻഡിവിജ്വലി ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട്സ്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ജേണൽ എൻട്രി എവിടെ പോസ്റ്റ് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. അവിടെ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യും ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനി ഇത് ഇങ്ങോട്ട് മാറ്റണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ജേണൽ എൻട്രിയാണ് ഫോർ ട്രാൻസ്ഫറിങ് ഇൻട്രസ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ദ ജേണൽ എൻട്രി വിൽ ബി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് ഡെബിറ്റ് ചെയ്യുന്നു, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ജേണൽ എൻട്രി അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് വരും. അടുത്തത് പാർട്ട്നേഴ്സ് സാലറിയാണ്. അത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോലെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ്, അല്ലേ? അപ്പോൾ അതിന് സിമിലർ ജേണൽ എൻട്രി, അതേപോലെയുള്ള ജേണൽ എൻട്രിയാണ് വരിക. ഒന്നാമത് ഫോർ അലവിങ് പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്സ് ഇൻഡിവിജ്വലി. അപ്പോൾ അത് നമ്മൾ പോസ്റ്റ് ചെയ്യും പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പാർട്ട്നേഴ്സ് സാലറി. ഇനി ഇതെന്ത് ചെയ്യണം? ഈ സാലറി അക്കൗണ്ടിനെ ക്ലോസ് ചെയ്ത് കളയണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി. അതാണ് രണ്ടാമത്തെ എൻട്രി ഫോർ ട്രാൻസ്ഫറിങ് പാർട്ട്നേഴ്സ് സാലറി ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട്. ഈ എൻട്രി അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നു, ഡെബിറ്റ് സൈഡിൽ ടു പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട്. ഓക്കെ, ഇനി അടുത്ത ഐറ്റം പാർട്ട്നേഴ്സ് കമ്മീഷനാണ്. ഒന്ന് ഫോർ അലോവിങ് പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്സ് ഇൻഡിവിജ്വലി. അത് എവിടെ പോസ്റ്റ് ചെയ്യും? പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പാർട്ട്നേഴ്സ് കമ്മീഷൻ. ഇനി അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി ക്ലോസ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. അപ്പോൾ എൻട്രി എങ്ങനെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ട്. അതവിടെ പോസ്റ്റ് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഏത് സൈഡാണ് കൂടുതലെന്ന് നോക്കി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കും. ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ്, ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ലോസ്. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതെങ്ങോട്ട് മാറ്റണം? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റി
അത് ക്ലോസ് ചെയ്യണം. അതാണ് അടുത്ത എൻട്രീസ്. ഫോർ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആഫ്റ്റർ അപ്രോപ്രിയേഷൻസ്, എല്ലാ അപ്രോപ്രിയേഷനും ശേഷമുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അത് ഷെയർ ചെയ്യാനുള്ള ജേർണൽ എൻട്രി. ഒന്നാമത്തെ സിറ്റുവേഷൻ പ്രോഫിറ്റ് ആവാം. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ്, ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓർ കറണ്ട് അക്കൗണ്ട്സ്. എന്താണ് ജേർണൽ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ്, ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. എന്തിനുള്ള ജേർണൽ എൻട്രിയാണ്? ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ അവസാനം കിട്ടുന്ന പ്രോഫിറ്റ്, അതിനെ നമ്മൾ വിളിക്കും ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ അപ്രോപ്രിയേഷൻ. ആ പ്രോഫിറ്റിനെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വീതിച്ച് കൊടുക്കുന്ന ജേർണൽ എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ്, ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്സ്. ഇത് 2 അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യണം അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ആദ്യം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു, ഡെബിറ്റ് സൈഡിൽ ടു പാർട്ട്നേഴ്സ്, ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്സ്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി ഇതേ എൻട്രി തന്നെ നമ്മളിവിടെ പോസ്റ്റ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. കാരണം ഈ എൻട്രിയുടെ ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഉണ്ട് അല്ലേ? അപ്പോൾ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പഠിച്ചപ്പോൾ കണ്ടതാണ്, അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പഠിച്ചപ്പോൾ കണ്ട ഐറ്റമാണ് അല്ലേ? ഇനി ലോസ് ആണ് സിറ്റുവേഷൻ എങ്കിൽ, നഷ്ടമുള്ള സാഹചര്യം വന്നാൽ, ഇഫ് ലോസ്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ജേർണൽ എൻട്രി വരും. എന്താണ്? പാർട്ട്നേഴ്സ്, ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്സ് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ലോസ് ആണ് ലഭിച്ചതെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റണം അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റണം. അതിനുള്ള ജേർണൽ എൻട്രിയാണ്. അപ്പോൾ പ്രോഫിറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ജേർണൽ എൻട്രി വരും അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പാർട്ട്നേഴ്സ്, ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്സ്, ഷെയറിംഗ് ഓഫ് ലോസ്, അത് റെക്കോർഡ് ചെയ്യും. അതേ എൻട്രി തന്നെ വീണ്ടും നമ്മളിവിടെ പോസ്റ്റ് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം അല്ലേ? അത് ഡെബിറ്റ് സൈഡിൽ വരും ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഷെയർ ഓഫ് ലോസ്. ഇത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പഠിച്ചപ്പോൾ കണ്ട ഐറ്റമാണ്. ഇവിടെ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്നത് ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ്. അതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കേണ്ടത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ ഡ്രോയിങ്സ് എന്നൊരു ഐറ്റം വരും. ആ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം എവിടെ വരുന്നില്ല? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുന്നില്ല. ചില ആൾക്കാർ തെറ്റിച്ച് കളയുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഒരിക്കലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എന്തെഴുതാൻ പാടില്ല? ഡ്രോയിങ്സ് എന്ന് പറയുന്ന എമൗണ്ട് എഴുതാൻ പാടില്ല. അതെല്ലാം ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഒന്നുകൂടി വിശദമായി കാണുന്നു, അത് പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ചാപ്റ്റർ 2 ക്വസ്റ്റ്യൻ 5. Akash and Bins are partners sharing profits and losses in the ratio of 3:2. Akash and Bins are partners, profit sharing ratio 3:2 ആണ്. Okay. Their capital balances on 1/1/2019 were rupees 2 lakh and rupees 1 lakh respectively. 1/1/2019 ആകാശിൻ്റെ ക്യാപിറ്റൽ 2 ലക്ഷം രൂപ, ബിൻസിൻ്റേത് 1 lakh 1 ലക്ഷം രൂപ. ഓക്കെ, ഇൻട്രസ്റ്റ് ഈസ് അലൗഡ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 6% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ടുപേർക്കും 6% വീതം ഒരു വർഷം. ആകാശ് ഗെറ്റ്സ് എ കമ്മീഷൻ ഓഫ് rupees 8,000 in 2019. ആകാശിൻ്റെ ആ വർഷത്തെ കമ്മീഷൻ 8,000 രൂപയാണ്. ബിൻസ് ഗെറ്റ്സ് എ സാലറി ഓഫ് rupees 2,000 പെർ മന്ത്. ബിൻസിന് ഒരു മാസം 2,000 വെച്ച് സാലറി കിട്ടും. The drawings during the year were rupees 8,000 and rupees 6,000 respectively. Interest on drawings were rupees 300 and rupees 200. ഇതാണ് ഡ്രോയിങ്സ് രണ്ടുപേരുടെയും 8,000 6,000 ആണ് യഥാക്രമം. ഓക്കെ, അത് നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് നമുക്ക്
ആവശ്യമുണ്ട്. ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിലേക്ക് എടുക്കുകയുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ഡ്രോയിങ്സ് എടുക്കരുത് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വേർ Agas rupees 300 and Bins rupees 200. The net profit of the firm as per profit and loss account was rupees 70,000. 70,000 rupees ആണ്, 70,000 രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് എന്ത് പ്രകാരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ കിട്ടിയ നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അതായത് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം വരുത്തുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ്. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു ഷോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് ഓൺ 31/12/2019. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? 31/12/2019 അവസാനിച്ച അക്കൗണ്ടിങ് ഇയറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജേണൽ എൻട്രീസ് പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ ജേണൽ എൻട്രീസ് ആവശ്യപ്പെട്ടെങ്കിൽ മാത്രം ജേണൽ എൻട്രീസ് എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് നേരിട്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? റേഷ്യോ ഓഫ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 3:2. അപ്പോൾ പ്രോഫിറ്റും ലോസും അതിനെ 5 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് 3 ഭാഗം ആകാശ് എടുക്കും, 2 ഭാഗം ബിൻസ് എടുക്കും. 3:2. ഓക്കെ, പിന്നെയുള്ളത് ശ്രദ്ധിക്കാനുള്ളത് ബിൻസിൻ്റെ സാലറി. അത് പെർ മന്ത് ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം അതിനെ 2,000 rupees 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഇയർലി സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ. ആ ഇയർലി സാലറിയാണ് നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ടത്. ദെൻ ഡ്രോയിങ്സ് എടുക്കേണ്ട എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എടുക്കണം. മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വർക്കിംഗ് നോട്ട് തയ്യാറാക്കുന്നു. ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആകാശ് rupees 2 lakh into 6/100 rupees 12,000. ബിൻസിന്റെ ക്യാപിറ്റൽ 1 lakh into 6/100 rupees 6,000. രണ്ട് ബിൻസിന്റെ മന്ത്ലി സാലറിയിൽ നിന്ന് ആനുവൽ സാലറി കണ്ടുപിടിക്കുന്നു. ബിൻസ് ആനുവൽ സാലറി is equal to 12 into 2,000 rupees 24,000 ആണ് ബിൻസിന്റെ ആനുവൽ സാലറി. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഹെഡിങ് കൊടുക്കുന്നു, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് അടയാളപ്പെടുത്തുന്നു, കോളം ഹെഡിങ്സും കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ആദ്യം നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യനിലുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. അതാണ് ആദ്യം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നത്. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 70,000 rupees. ഓക്കെ, ദെൻ അടുത്തത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡിൽ ആകാശിൻ്റേത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 12,000 rupees. ബിൻസിൻ്റേത് ഇൻട്രസ്റ്റ് 6,000 rupees നമ്മൾ വർക്കിംഗ് നോട്ടിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടോട്ടൽ 18,000 എമൗണ്ട് കോളത്തിൽ. ഓക്കെ, അടുത്ത ഇൻഫർമേഷൻ ആകാശ് കമ്മീഷൻ. ടു ആകാശ് കമ്മീഷൻ അത് നേരിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എഴുതിയാൽ മതി 8,000. അടുത്തത് ബിൻസിൻ്റെ സാലറി. ബിൻസ് സാലറി 12,000 into rupees 2,000, 24,000 in the amount column. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് സൈഡിൽ എടുക്കുന്നു. ഡ്രോയിങ്സ് ഒരിക്കലും എടുക്കരുത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആകാശ് 300 rupees, ബിൻസ് 200 rupees. അങ്ങനെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 500 rupees. ഓക്കെ, ഇത്ര ഐറ്റംസ് ആണ് ക്വസ്റ്റ്യനുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കും. ഓക്കെ, അത് തന്നെ അറിയാം, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ അല്ലേ. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 70,500 രണ്ട് സൈഡിലും എഴുതുന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. ആ ഡിഫറൻസ് എന്താണ്? ക്രെഡിറ്റ് സൈഡ് കൂടുതലുള്ള സാഹചര്യത്തിൽ ആ അധികമുള്ള തുകയെ നമ്മൾ എന്ത് വിളിക്കും? പ്രോഫിറ്റ് എന്ന് വിളിക്കും അല്ലേ. ആ പ്രോഫിറ്റ് ആണ് ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ അപ്രോപ്രിയേഷൻ. അത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രോഫിറ്റ് ആഫ്റ്റർ അപ്രോപ്രിയേഷൻ
നമ്മൾ ഡെബിറ്റ് സൈഡിൻ്റെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചു. എത്രയാണ്? 20,500. ഓക്കെ, ആ ഈ 20,500 എന്ത് ചെയ്യണം? അത് ഡിവിസിബിൾ പ്രോഫിറ്റാണ്, പാർട്ട്നേഴ്സിന് വീതിച്ചെടുക്കാവുന്ന പ്രോഫിറ്റാണ്. അത് ആകാശും ബിൻസും പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചെടുക്കും. അപ്പോൾ ടു ആകാശ് ക്യാപിറ്റൽ 3/5. എന്തിൻ്റെ 3/5? ഈ 20,500ൻ്റെ 3/5, 20,500 ഇൻറ്റു 3/5 12,300 കിട്ടും. ഓക്കെ, ടു ബിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബിൻസിൻ്റെ ഷെയർ 2/5 ആണ്. എന്തിൻ്റെ 2/5? 20,500ൻ്റെ 2/5 8,200, 8,200 രൂപ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അവസാനം കിട്ടിയ പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ച് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന എൻട്രിയാണ് ലാസ്റ്റ് നമ്മൾ രേഖപ്പെടുത്തിയത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ്, ഒരു ഹോംവർക്ക് നൽകുകയാണ്. ആരതി ആൻഡ് വീണ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി. അപ്പോൾ ഈക്വലാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിന് 3:1, ഇവിടെ 1:1 ആണ്. ദർ ക്യാപിറ്റൽ ബാലൻസ് ഓൺ 1,119, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് 3 lakhs, 2 lakhs. ഇൻട്രസ്റ്റ് ഈസ് അലൗഡ് ഓൺ ക്യാപിറ്റൽ അറ്റ് റേറ്റ് ഓഫ് 8% per annum. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആരതി ഗെറ്റ്സ് എ ആരതിയുടെ സാലറി ഒരു വർഷത്തേതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 12 കൊണ്ട് ഗുണിക്കേണ്ട ആവശ്യമില്ല. പെർ ആനം, പെർ ഇയർ ആണ് തന്നിരിക്കുന്നത് 24,000. വീണ ഗെറ്റ്സ് എ കമ്മീഷൻ ഓഫ് ₹20,000 ഫോർ ദ ഇയർ. രണ്ടാമത്തെ ആൾക്ക് കമ്മീഷനാണ് 20,000 രൂപയാണ്. ദെൻ their drawings during the year were ₹10,000 and ₹8,000 respectively. അത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് മതി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വേർ ആരതി ₹500 and വീണ ₹300. Then the net profit of the firm as per profit and loss account was ₹1 lakh. നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം ഉള്ള നെറ്റ് പ്രോഫിറ്റ് 1 lakh rupees ആണ്, 1 ലക്ഷമാണ്. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് to show the distribution of profit for the year ended 31/12/2019. 2019 പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വർക്കിംഗ് നോട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അത് വേണമെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിനുള്ളിൽ കാൽക്കുലേഷൻ കാണിച്ചാലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കിടക്കുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന് ഫേം കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റലിൻ്റെ എമൗണ്ട്. 2, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക്. 3, പീരിയഡ്, അതായത് ആ അക്കൗണ്ടിങ് ഇയറിൽ ആ എമൗണ്ട് എത്ര കാലത്തേക്ക് ഫേമിൽ ഉണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കിട്ടണമെങ്കിൽ അതെവിടെ പറഞ്ഞിട്ടുണ്ടാവണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം എന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടാവണം. എങ്കിലേ ഇത് അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ, പ്രോഫിറ്റ് ഉള്ള വർഷങ്ങളിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് 3 സിറ്റുവേഷൻസ് വരാം. ഒന്നാമത്തെ സിറ്റുവേഷൻ, ഓപ്പണിംഗ് ബാലൻസ് മാത്രം ഉള്ള പ്രോബ്ലം. രണ്ടാമത്തെ സിറ്റുവേഷൻ, ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് തരുന്നു, അതിനോടുകൂടി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നു. മൂന്നാമത്തെ സിറ്റുവേഷൻ, ഓപ്പണിംഗ് ക്യാപിറ്റൽ തരുന്നു, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, ക്യാപിറ്റൽ ഒരു ഭാഗം പിൻവലിക്കുന്നു, വിത്ഡ്രോ ചെയ്യുന്നു. അതാണ് 3 സിറ്റുവേഷൻ. അപ്പോൾ അതിൽ ഒന്നാമത്തെ സിറ്റുവേഷനിലേക്ക് കിടക്കാം. വെൻ ഓൺലി ഓപ്പണിംഗ് ബാലൻസ് ഇസ് ഗിവൺ. ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് മാത്രമേ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഇൻറ്റു റേറ്റ് ബൈ 100. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓഫ് എ പാർട്ട്ണർ ഓൺ 1/1
2019 rupees 80,000. Rate of interest 8% per annum. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100. അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 80,000 into 8 by 100 rupees 6,400. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ടാമത്തെ സിറ്റുവേഷൻ ഓപ്പണിംഗ് ബാലൻസിന് പുറമെ അഡീഷണൽ ക്യാപിറ്റലും കൊണ്ടുവരുന്ന സിറ്റുവേഷൻ. അപ്പോൾ പാർട്ട്നേഴ്സിന് രണ്ട് എമൗണ്ടുകളുണ്ട്. ഒന്ന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, രണ്ട് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. അപ്പോൾ എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും? ഓപ്പണിംഗ് ബാലൻസിന്റെ ഫുൾ ഇയർലി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനോടുകൂടി അഡീഷണൽ ക്യാപിറ്റലിന്റെ എന്നാണോ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് ആ ഡേറ്റ് മുതൽ അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനം വരെയുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അത് കൂട്ടും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ. അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഓപ്പണിംഗ് ബാലൻസ് ഇൻറ്റു റേറ്റ് ബൈ 100 ബ്രാക്കറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം? ബ്രാക്കറ്റിൽ അഡീഷണൽ ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു പീരിയഡ് ബൈ 12. പീരിയഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്ര മാസം, മാസങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ 12. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് എ പാർട്ട്ണർ ഫോർ ദ ഇയർ എൻഡിങ് 31/12/2019 ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ഒരു പാർട്ട്ണറുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് കണ്ടുപിടിക്കേണ്ടത്. അക്കൗണ്ടിംഗ് ഇയർ അവസാനിക്കുന്നത് ഡിസംബർ 31, 2019. ഒന്നാമത്തെ ഇൻഫർമേഷൻ ക്യാപിറ്റൽ ബാലൻസ് ഓൺ 1/1/2019. നമുക്കറിയാം അത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ആണ് rupees 80,000. രണ്ട് അഡീഷണൽ ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ഓൺ 1/6/2019 rupees 30,000. രണ്ടാമത്തെ ഇൻഫർമേഷൻ അഡീഷണൽ ആയിട്ട് പുതുതായി ക്യാപിറ്റൽ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നത് 1/6/2019. അത് 30,000 രൂപയാണ്. മൂന്നാമത്തെ ഇൻഫർമേഷൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% per annum. പലിശ നിരക്ക് 8% ഒരു വർഷം. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അഡീഷണൽ ക്യാപിറ്റൽ ഉള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അഡീഷണൽ ക്യാപിറ്റൽ എന്നാണോ കൊണ്ടുവന്നത് ആ ഡേറ്റ് മുതൽ അക്കൗണ്ടിംഗ് ഇയറിന്റെ ലാസ്റ്റ് ഡേറ്റ് വരെയുള്ള പീരീഡ് എത്ര മാസമുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കേ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അങ്ങനെ ഡിസംബർ വരെ 7 മാസങ്ങളുണ്ട്. അതാണ് നമ്മൾ ആൻസറിന്റെ ബ്രാക്കറ്റിൽ ആദ്യത്തെ നോട്ടായിട്ട് എഴുതിയിരിക്കുന്നത്. പീരീഡ് ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു 7 months ഫ്രം 1/6/19 to 31/12/19. ഓക്കെ, അടുത്തത് നമ്മൾ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ ഇക്വേഷൻ എന്താണ്? അഡീഷണൽ ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു പീരിയഡ് ബൈ 12. ഇവിടെ പീരീഡ് 7 months ആണ്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു ഓപ്പണിംഗ് ക്യാപിറ്റൽ എമൗണ്ട് എഴുതുന്നു 80,000 ഇൻറ്റു 8 by 100 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു പ്ലസ് വീണ്ടും അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു അഡീഷണൽ ക്യാപിറ്റൽ എമൗണ്ട് 30,000 ഇൻറ്റു 8 by 100 ഇൻറ്റു പീരീഡ് 7 months ആണ് 7/12 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ദാറ്റ്സ് ഈക്വൽ ടു 6,400 പ്ലസ് 1,400. അതിൻ്റെ ടോട്ടൽ 7,800 rupees ആണ് നമ്മുടെ ആകെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ മൂന്നാമത്തെ സിറ്റുവേഷൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് തന്നിട്ടുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ഡേറ്റും എമൗണ്ടും തന്നിട്ടുണ്ട്. മൂന്നാമതായി ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുന്നുണ്ട്. സാധാരണ ഡ്രോയിങ്സ് അല്ല, ക്യാപിറ്റൽ പിൻവലിക്കുന്നുണ്ട്. അതിന് ഡേറ്റും എമൗണ്ടും തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? പല രീതിയിൽ ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ള രീതി ഇങ്ങനെയാണ്. ഓപ്പണിംഗ് ബാലൻസിന്റെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പ്ലസ് അതിനോടുകൂടി എന്ത് കൂട്ടുന്നു? അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന ഡേറ്റ് മുതൽ അക്കൗണ്ടിങ്ങിന്റെ ലാസ്റ്റ് ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അത് ഓപ്പണിംഗ് ബാലൻസിന്റെ ഇൻട്രസ്റ്റിന്റെ കൂടെ കൂട്ടും. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുക. ഇനി അതിൻ്റെ അകത്ത് എന്ത് കുറയ്ക്കുന്നു? വിത്ഡ്രോ ചെയ്ത ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് എന്നാണോ വിത്ഡ്രോ ചെയ്തത് ആ ഡേറ്റ് മുതൽ
അക്കൗണ്ടിങ്ങിന്റെ അവസാനം വരെയുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് അത് അതിൻ്റെ അകത്തുനിന്ന് കുറയ്ക്കും. അപ്പോൾ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ആക്ച്വൽ എമൗണ്ട് കിട്ടും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിത്ഡ്രോൺ. ഓക്കെ, ഒരു എക്സ്ട്രാ ഐറ്റം വരുന്നു. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് നമുക്കറിയാം, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 ബ്രാക്കറ്റിൽ പ്ലസ് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു അഡീഷണൽ ക്യാപിറ്റൽ ഇൻറ്റു പീരിയഡ് ബൈ 12 ഇൻറ്റു റേറ്റ് ബൈ 100. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അടുത്ത് മൈനസ് വീണ്ടും ബ്രാക്കറ്റിൽ എന്താണ് ക്യാപിറ്റൽ വിത്ഡ്രോൺ ഇൻറ്റു പീരിയഡ് ബൈ 12 ഇൻറ്റു റേറ്റ് ബൈ 100. ഇപ്പോൾ ക്യാപിറ്റൽ പിൻവലിക്കുന്നത് ജനുവരിയിൽ ആരംഭിക്കുന്ന അക്കൗണ്ടിങ് ഇയർ ഡിസംബർ 31 അവസാനിക്കുന്ന അക്കൗണ്ടിങ് ഇയറിൽ ക്യാപിറ്റൽ പിൻവലിക്കുന്നത് നവംബർ 1 വിചാരിക്കും. നവംബർ 1 എത്ര മാസത്തെ പലിശ കുറയ്ക്കണം? വിത്ഡ്രോ ചെയ്ത ക്യാപിറ്റലിന്റെ പലിശ എത്രയാണ്? വിത്ഡ്രോ ചെയ്ത ക്യാപിറ്റൽ എമൗണ്ട് ഇൻറ്റു നവംബറിലും ഡിസംബറിലും ആ ക്യാപിറ്റൽ ഫേമിലില്ല അല്ലേ? നവംബറിലെയും ഡിസംബറിലും 2 മാസത്തെ പലിശയാണ് നമ്മൾ കണ്ടുപിടിച്ച് കുറയ്ക്കുന്നത്. അപ്പോൾ ഇതിന് വരും ക്യാപിറ്റൽ വിത്ഡ്രോൺ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 2/12. അത് നേരത്തെ നമ്മൾ കൂട്ടിയ എമൗണ്ടുകളിൽ നിന്ന് കുറയ്ക്കും. Calculate interest on capital of a partner for the year ending on 31/12/2019 from the following details. 1. Capital balance on 1/1/2019 rupees 80,000 അത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. 2. Additional capital brought in on 1/6/2019 അത് 30,000 അത് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നതാണ് 1/6/2019. 3. Capital withdrawn on 1/11/2019 rupees 12,000 ക്യാപിറ്റൽ പിൻവലിച്ചതാണ്. അത് 2019 നവംബർ 1 പിൻവലിച്ചത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% പെർ ആനം. ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് 8%. ഇവിടെ 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസും അഡീഷണൽ ക്യാപിറ്റലും വിത്ഡ്രോൺ ക്യാപിറ്റലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അഡീഷണൽ ക്യാപിറ്റൽ എത്ര കാലത്തേക്ക് ഫേമിൽ ഉണ്ടായിരുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 1/6/2019 മുതൽ 31/12/2019 വരെയുള്ള 7 മാസത്തേക്ക് ആ എമൗണ്ട് ഫേമിൽ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ആൻസറിൻ്റെ ബ്രാക്കറ്റിൽ നോട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് പീരീഡ് ഓഫ് വിത്ഡ്രോൺ ക്യാപിറ്റൽ, അതായത് പിൻവലിച്ച ക്യാപിറ്റൽ എത്ര കാലത്തേക്ക് ഫേമിൽ നിന്ന് ഒഴിവായി എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 12,000 രൂപ പിൻവലിച്ചിട്ടുണ്ട്, അത് എത്ര കാലത്തേക്ക് ഫേമിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. അത് നവംബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള 2 മാസം. അതാണ് രണ്ടാമത്തെ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. പീരീഡ് ഓഫ് വിത്ഡ്രോൺ ക്യാപിറ്റൽ 2 months from 1/11/2019 to 31/12/2019. Then interest on capital is equal to interest on opening capital plus interest on additional capital minus interest on capital withdrawn. That's equal to opening capital into rate by 100. അതാണ് opening capital interest plus additional capital into rate by 100 into period by 12. അതാണ് അഡീഷണൽ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് മൈനസ് അങ്ങനെ ആകെ കിട്ടുന്ന ഇൻട്രസ്റ്റിൽ നിന്ന് പിൻവലിച്ച് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നു. മൈനസ് വിത്ഡ്രോൺ ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു പീരിയഡ് ബൈ 12. അതിനെല്ലാം വാല്യൂസ് ഇടുകയാണെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ 80,000 ഇൻറ്റു 8/100 പ്ലസ് അഡീഷണൽ ക്യാപിറ്റലിൻ്റെ 30,000 ഇൻറ്റു 8/100 ഇൻറ്റു 7/12 മൈനസ് വിത്ഡ്രോ ചെയ്ത ക്യാപിറ്റലിൻ്റെ 12,000 ഇൻറ്റു 8/100 ഇൻറ്റു 2/12 അത് ഡിഡക്റ്റ് ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു 6,400 1,400 കൂട്ടുന്നു. അതിനകത്ത് നിന്ന് വിത്ഡ്രോ ചെയ്ത ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ആയ 160 രൂപ കുറച്ചാൽ 7,640 7,640 ആണ് പാർട്ട്ണറുടെ ആകെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനിയൊരു അസൈൻമെന്റ് ആണ്. ചാപ്റ്റർ 2 ക്വസ്റ്റ്യൻ 10. A, B and C are partners. From the following information, calculate interest at the rate of 10% per annum on their capital for the year 2019.
ഇൻട്രസ്റ്റ് റേറ്റ് 10% പെർ ആനം ആണ്. 2019 ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എയുടെ നോക്കാം. എ ഹാഡ് എ ക്യാപിറ്റൽ ബാലൻസ് ഓഫ് റുപ്പീസ് 1,20,000 on 1/1/2019. എക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടായിരുന്നു 1,20,000. വേറെ ഒന്നുമില്ല. ബി ഹാഡ് എ ക്യാപിറ്റൽ ബാലൻസ് ഓഫ് റുപ്പീസ് 1,50,000 on 1/1/19. He brought in additional capital of rupees 30,000 on 1/8/19. എന്താണ്? ബിക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഉണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ ബാലൻസ് ഉണ്ട്. സി ഹാഡ് എ ക്യാപിറ്റൽ ബാലൻസ് ഓഫ് rupees 2 lakh on 1/1/19. He brought in an additional capital of rupees 30,000 on 1/7/19. സിക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഉണ്ട്, അതിൻ്റെ ഫുൾ ഇയർ ഇൻട്രസ്റ്റ് വേണം, പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൻ്റെ 1/7 മുതൽ ഡിസംബർ 31 വരെയുള്ള ഇൻട്രസ്റ്റ് വേണം. ദെൻ മൂന്നാമതൊരു കാര്യം പറയുന്നുണ്ട്, ഹി മെയ്ഡ് എ പെർമനന്റ് വിത്ഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 15,000 on 1/10/2019. 1/10/2019 അയാൾ 15,000 രൂപ പിൻവലിച്ചിട്ടുണ്ട് ക്യാപിറ്റലിൽ നിന്ന്. അപ്പോൾ ആ 15,000 രൂപയുടെ 1/10/2019 ഡിസംബർ 31 വരെയുള്ള 3 മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അത് നേരത്തെ ടോട്ടൽ ചെയ്തെടുത്ത ഇൻട്രസ്റ്റിൽ നിന്ന് കുറയ്ക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ചില ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് തന്നിട്ടുണ്ടാവില്ല, പകരം ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് തരും. ആ ഇൻഫർമേഷൻ വെച്ച് നമ്മളെങ്ങനെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് കണ്ടുപിടിക്കാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഫുൾ ഇയറിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ നമ്മൾ കണ്ടു കുറേ ഐറ്റംസ് ആഡ് ചെയ്ത് ചില ഐറ്റംസ് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് കിട്ടുന്നത്. ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ തുടങ്ങിയ ഐറ്റംസ് ആഡ് ചെയ്യും. അതുപോലെ ഡ്രോയിങ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കും. അതുപോലെ വിത്ഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും കുറയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നടത്തിയതിന് ശേഷമുള്ള ക്ലോസിംഗ് ബാലൻസ് ആണ് നമുക്ക് തന്നതെങ്കിൽ നമുക്കങ്ങനെ ഓപ്പണിംഗ് ബാലൻസ് കണ്ടെത്താം. നേരെ റിവേഴ്സ് പ്രോസസ്സ് ചെയ്താൽ മതി, അല്ലേ? നേരെ ഓപ്പോസിറ്റ് കാര്യം ചെയ്താൽ മതി. ക്ലോസിംഗ് ബാലൻസിൽ നിന്ന് ഓപ്പണിംഗ് ബാലൻസിലേക്ക് എത്താൻ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ കൂട്ടിയ ഐറ്റംസ് എല്ലാം കുറയ്ക്കുകയും കുറച്ച് ഐറ്റംസ് എല്ലാം കൂട്ടുകയും ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാൽക്കുലേഷൻ ഓഫ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ഫ്രം closing capital balance. Opening capital balance is equal to closing capital plus capital withdrawn plus drawings plus share of loss minus additional capital minus share of profit. Okay, opening capital കൂടെ കൂടിയ ഐറ്റംസ് എല്ലാം ഇവിടെ കുറച്ചു, കുറച്ച ഐറ്റംസ് എല്ലാം ഇവിടെ കൂട്ടി. ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് പരിചയപ്പെടാം. സോ ചാപ്റ്റർ 2-ലെ 11ാമത്തെ ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:1. എയും ബിയും പാർട്ട്നേഴ്സ് ആണ്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:1 ആണ്. Their capitals at the end of the financial year 2019 were rupees 1,50,000 and rupees 75,000. ശ്രദ്ധിക്കണം, എൻഡ് ഓഫ് ദ ഇയർ ആണ് ഡേറ്റ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ അവസാനത്തെ ഡേറ്റിലെ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് അല്ല. ഓക്കെ, 1,50,000 75,000. പിന്നെയുള്ള ഇൻഫർമേഷൻ, ഡ്യൂറിംഗ് ദ ഇയർ എസ് ഡ്രോയിങ്സ് were rupees 10,000 and drawings of B were rupees 6,000. എയുടെ ഡ്രോയിങ്സ് 10,000, ബിയുടെ ഡ്രോയിങ്സ് 6,000. ദെൻ അടുത്ത ഭാഗമാണ് പ്രധാനപ്പെട്ടത്, വിച്ച് ഹാഡ് ബീൻ ഡെബിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ഡ്രോയിങ്സ് കുറച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതുപോലെ പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ ദ ഇയർ വാസ് rupees 20,000 which was shared in their profit sharing ratio. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകുന്നതിന് മുമ്പുള്ള ലാഭം അത് 20,000 രൂപയായിരുന്നു. അതും അവർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ച് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്.
B had brought additional capital of rupees 16,000 on October 1, 2019. B എന്ന് പറയുന്ന പാർട്ട്ണർ അയാൾ എന്ത് ചെയ്തു? അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് October 1, 2019. Calculate interest on capital at the rate of 12% per annum for the year 2019. അപ്പോൾ ഇവിടെ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. ഒരാൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നായിട്ട് പറയുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും രണ്ടുപേർക്കും ഉള്ളതാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ രണ്ടുപേരുടെ തന്നിട്ടുണ്ട്. അവരുടെ ഡ്രോയിങ്സ് രണ്ടുപേരുടെയും തന്നിട്ടുണ്ട്. അത് ഈ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രോഫിറ്റ് അതും ഈ ക്യാപിറ്റലിൽ അവർ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് കണ്ടുപിടിച്ച ആ ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ, അതായത് അഡ്ജസ്റ്റ്മെന്റ്സിനെല്ലാം മുമ്പുള്ള ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എയുടെ. ബിയുടെ ആണെങ്കിൽ ബിയുടെ ഓപ്പണിംഗ് ബാലൻസിന്റെയും കണ്ടുപിടിക്കണം. അതുപോലെ ബി കൊണ്ടുവന്ന അഡീഷണൽ ക്യാപിറ്റൽ എന്നാ കൊണ്ടുവന്നത് ഒക്ടോബർ 1 ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഉത്തരം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് എളുപ്പത്തിൽ ചെയ്യുന്നതിന് വേണ്ടി അതിനൊരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നു. ആൻസർ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് ഇവിടെയുള്ള ഐറ്റംസ് മാത്രം നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യനുള്ള ഐറ്റംസ് എടുക്കുന്നു. ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് മൈനസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ക്ലോസിംഗ് ക്യാപിറ്റൽ കൂടെ ഡ്രോയിങ്സ് നടത്തിയത് അത് ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് ഷെയർ ഓഫ് പ്രോഫിറ്റ് കുറയ്ക്കുന്നു. വീണ്ടും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും കുറയ്ക്കുന്നു. ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ അല്ലേ, ബി. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ കൂടെ കൂട്ടേണ്ട ഐറ്റംസ് ഇവിടെ കുറയ്ക്കുകയും കുറയ്ക്കേണ്ട ഐറ്റംസ് കൂട്ടുകയും ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ദെൻ പ്രോഫിറ്റ് ഓഫ് ദ ഫേം 20,000 ആണ്. അതിൽ എക്ക് കിട്ടിയ ഷെയർ എത്രയായിരുന്നു? 20,000 ഇൻറ്റു 3/4, 3:1 ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ 15,000, 15,000. ബേസ് ഷെയർ 20,000 ഇൻറ്റു 1/4, 5,000. ഓക്കെ, അത് ഓൾറെഡി ക്യാപിറ്റലിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രോയിങ്സും അഡീഷണൽ ക്യാപിറ്റലും അതുപോലെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ക്യാപിറ്റൽ ബാലൻസ് ആണ് ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ്. അതാണ് നമ്മുടെ കൈവശമുള്ളത്. അതിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് കണ്ടെത്തി എന്നിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ബിക്കാണെങ്കിൽ അഡീഷണൽ ക്യാപിറ്റലിന്റെ 3 മാസത്തെ ഇൻട്രസ്റ്റും എക്സ്ട്രാ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തയ്യാറാക്കുന്നു. 2 എമൗണ്ട് കോളം, ഒരു പർട്ടിക്കുലർ കോളം ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നു. ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് എയുടേത് 1,50,000, ബിയുടേത് 75,000 അല്ലേ. അതിൻ്റെ കൂടെ നമ്മുടെ ഇക്വേഷൻ നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. ആഡ് ഡ്രോയിങ്സ് ഇൻ 2019. എയുടെ ഡ്രോയിങ്സ് 10,000, ബിയുടേത് 6,000. അത് രണ്ടും അതാത് ക്യാപിറ്റൽ ഇവിടെ കൂട്ടുമ്പോൾ എക്ക് 1,60,000, ബിക്ക് 81,000 വരുന്നു. ദെൻ ലെസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെയർ ഓഫ് പ്രോഫിറ്റ് എയുടേത് 15,000, 15,000, ബിയുടേത് 5,000, 5,000. അത് കുറയ്ക്കും. 1,45,000 എക്കും 76,000 റുപ്പീസ് ബിക്കും ബാലൻസ് വരുന്നു. ദെൻ ലെസ് അഡീഷണൽ ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റൽ എ കൊണ്ടുവന്നിട്ടില്ല, ബി മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ബി കൊണ്ടുവന്ന് 16,000 റുപ്പീസ് കുറയ്ക്കുന്നു. എക്കൊന്നും കുറയ്ക്കാനില്ല. അപ്പോൾ എയുടെ ബാലൻസ് 1,45,000 തന്നെ കിട്ടുന്നു. ബിയുടെ ബാലൻസ് 60,000 കിട്ടുന്നു. അപ്പോൾ ഈ എമൗണ്ട് ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ്. ഇനി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻട്രസ്റ്റ് എളുപ്പമാണ്. ഇൻട്രസ്റ്റ് ഓൺ എസ് ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ മാത്രം ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമ്മുടെ പ്രശ്നം എന്തായിരുന്നു? ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. അത് പരിഹരിച്ചു. ഇനി എയുടെയും ബിയുടെയും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എയുടെ ഇൻട്രസ്റ്റ് is equal to 1,45,000. അതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഇൻറ്റു 12/100, റേറ്റ് ബൈ 100. അതാണ് 12/100, 17,400 കിട്ടും. ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 എമൗണ്ടുകളുടെ ടോട്ടലാണ്.
ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ ഫോർ 3 months. 1/10 മുതൽ 31/12 വരെയുള്ള 3 മാസത്തെ ഇൻട്രസ്റ്റ് അഡീഷണൽ ക്യാപിറ്റൽ ഏത് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് രണ്ടും ടോട്ടൽ ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു 60,000 ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇൻറ്റു 12/100 പ്ലസ് 16,000 16,000 ഇൻറ്റു 12/100 ഇൻറ്റു 3/12 അഡീഷണൽ ക്യാപിറ്റലിന്റെ 3 മാസത്തെ പലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7,200 പ്ലസ് അഡീഷണൽ ക്യാപിറ്റലിന്റെ 480 rupees. അങ്ങനെ ടോട്ടൽ 7,680 rupees ആണ് ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ.